ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള നിങ്ങൾക്ക് കാണാം, ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അതായത് എയ്സ് പ്രോ EV ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വാഹനമാണ്. അതായത് നമ്മുടെ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയ്സ് എന്ന വാഹനമാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഒരു വാഹനമായിട്ടാണ് ഇതിനെ കമ്പനി ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ആപ്പ് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമറാണെന്ന് വെച്ചാൽ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്കൊരു 4 വീലർ വേണം, അപ്പോൾ റോഡൊക്കെ ശകലം പ്രശ്നമുണ്ട്, കുറച്ച് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണം, കുറച്ചുകൂടി ലോഡ് കയറ്റാൻ പറ്റണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കസ്റ്റമർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ടാറ്റ ഈ ഒരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 3 മോഡലുകൾ നമുക്ക് വരുന്നുണ്ട്. പെട്രോൾ വരുന്നുണ്ട്, CNG വരുന്നുണ്ട്, ഇലക്ട്രിക് വരുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രിക് മോഡലാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഈ കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്, എന്നാൽ ഈ ഒരു വാഹനം എനിക്ക് നോക്കാം അല്ലെങ്കിൽ ഒന്ന് എടുക്കാം, അങ്ങനെയുള്ളപ്പോൾ കുറേ സംശയങ്ങൾ മനസ്സിൽ വരും. അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം പ്രൈസ് തന്നെയാണ്. വേറെ ഒരു കാര്യങ്ങൾ ആരുടെ മനസ്സിലും വരത്തില്ല. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ശരി, വില അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ പ്രൈസ് പറഞ്ഞുതരാം. ഈ കിടക്കുന്ന വാഹനം ലോവർ ഡെക്ക് വാഹനം. ഇത് സൈഡിൽ നമുക്ക് ആ ഒരു പോർഷനൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഫ്ലാറ്റ് ബെഡ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു പോർഷനൊന്നും കാണില്ല, ഫ്ലാറ്റ് ബെഡായിരിക്കും. ആ ഒരു രീതിയിലുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അതാണെന്നുണ്ടെങ്കിൽ 676 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. എക്സ്-ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ തന്നെ അതെ ഈ മോഡൽ വാഹനം, ഈ കിടക്കുന്ന ടൈപ്പ് വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 731 ഓൺ റോഡ് വരും. ഇതൊരു ഡീസൽ വാഹനം അല്ലെ പെട്രോൾ വാഹനമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും ഇതിൻ്റെ പ്രൈസ്. കാര്യം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. ആ രീതിയിൽ നോക്കുക. നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 4 വീലർ പിക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരു വാഹനമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതുമാത്രവുമല്ല, ഇത് ടാറ്റയുടെ വാഹനം കൂടിയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ട്രസ്റ്റ് എല്ലാവർക്കും കാണും. വാറണ്ടിയിലേക്ക് ഒരു സമയത്ത് 8 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്ററാണ് ഇതിൻ്റെ വാറണ്ടി കമ്പനി നൽകിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ബാറ്ററിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് റീപ്ലേസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്തവർ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇനിയിപ്പോൾ ഒരു സംശയം വരാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് പറഞ്ഞു 730 റേഞ്ചിലാണ് ഓൺ റോഡ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഒരു സംശയം കാണും. അപ്പോൾ സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരും. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഡൗൺ പേയ്മെൻ്റ് ഒന്നും ആവണമെന്നില്ല. സിവിൽ സ്കോർ വെച്ചിട്ട് പ്രശ്നമുള്ളവർ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നല്ല ട്രാക്ക് ഉണ്ട്. ആ രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ 0 വേണമെങ്കിൽ ചിലപ്പോൾ ഇറക്കി കൊണ്ട് പറ്റും. എന്നാലും നോർമലി ഒരു കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ ഒരു 55 ആ ഒരു റേഞ്ചിൽ ഒരു 55,000 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. 5 വർഷമൊക്കെയാണ് നിലവിൽ ആ ഒരു ഫിനാൻസ് ഒക്കെ ചെയ്ത് തരുന്നത്. 5 വർഷത്തേക്കാണെങ്കിൽ ഒരു 13,000-14,000 റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു EMI നമുക്ക് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇത് എടുത്തതിന് ശേഷം 13,000-14,000 EMI അടയ്ക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്കൊരു ഫ്യൂൽ എക്സ്പെൻസ് വരുന്നില്ല. നമുക്ക് ആകെ വരുന്ന എക്സ്പെൻസ് ആ ഒരു EMI മാത്രമായിരിക്കും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. 14.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു 14.4 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 14 യൂണിറ്റാണ് നമുക്ക് കറണ്ട് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക, ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്യാനായിട്ട് എത്ര യൂണിറ്റ് വേണം എന്നുള്ളത്. 155 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച്. 750 കിലോയാണ് പേലോഡ് വരുന്നത്. അപ്പോൾ 750 കിലോ പേലോഡ് വരുമ്പോഴത്തേക്ക് ഒരു ടണ്ണൊക്കെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. 155 പറയുമ്പോൾ ഒരു 120-130 കിലോമീറ്റർ നമുക്ക് കൺഫേം ആയിട്ടും ഈ ഒരു വാഹനം മാർക്കറ്റിൽ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു, 14 യൂണിറ്റാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു യൂണിറ്റിന് ഒരു വീട്ടിലൊക്കെ ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു മാക്സിമം ഒരു 8 രൂപ ഇടുക, മാക്സിമം 8 രൂപ ഇടുക. അപ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക, ഒരു 14 യൂണിറ്റിന് എത്ര രൂപ ചിലവ് വരും? ആ ഒരു ചിലവിൽ നിങ്ങൾക്ക് ഈ വാഹനം, അതായത് 1 രൂപ പോലും വേണ്ട ഈ വാഹനം 1 കിലോമീറ്റർ ഓടാനായിട്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ നിങ്ങൾ റൂട്ട് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് 0 കോസ്റ്റിൽ കൊണ്ടു നടക്കാനായിട്ട് പറ്റും. 6 മണിക്കൂറാണ് ചാർജിങ് ടൈം നിങ്ങൾക്ക് വേണ്ടത്. വീട്ടിൽ തന്നെ ചാർജ് ചെയ്യേണ്ട ഒരു സൗകര്യമാണ് ഇതിന് ഒരുക്കി തരിക. അവർ ചാർജറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തരും. അതിൻ്റെ യൂണിറ്റ് എല്ലാവരും അവർ ഫിക്സ് ചെയ്ത് തരുന്നതുമായിരിക്കും. വീട്ടിൽ തന്നെ വളരെ കംഫർട്ടായിട്ട് ഒരു 6 മണിക്കൂർ കൊണ്ട് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആവും. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ബൈഫ്യൂൽ വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടതാണ്. അപ്പോൾ ഡിസൈൻ വൈസ് പ്രത്യേകിച്ച് അങ്ങനെ പുതുമകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി എല്ലാവരും വീഡിയോ കണ്ടതായിരിക്കും. എന്നിരുന്നാലും ജസ്റ്റ് ഡിസൈൻ വൈസ് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം. പണ്ടത്തെ ആ ഒരു വെള്ളിമൂങ്ങയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ഈ ഒരു വാഹനം കാണുന്ന സമയത്ത്. ആ ഒരു ഫ്രണ്ടിലായിട്ട് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ അത് വലുപ്പത്തിൽ തന്നെയാണ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒക്കെ കാണാം. ഹാലജൻ തന്നെയാണ്, വേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് പറയാൻ ഒന്നും തന്നെ വരുന്നില്ല. താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ വരുന്ന ബമ്പറും എയ്സ് പ്രോയുടെ ഒരു ബ്രാൻഡിങ്ങും EV എന്നൊരു ബ്രാൻഡിങ്ങും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു EV ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു EVയുടെ ബ്രാൻഡിങ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും നമുക്കില്ല. ഈ ഒരു വാഹനം EV ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സിംഗിൾ വൈപ്പറുമാണ് വാഹനത്തിൽ നൽകിയത്. വേറെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നൊരു ടോയിങ് ഹുക്ക് കൂടി ഫ്രണ്ട് പോർഷനിലായിട്ട് അവർ ഇൻബിൽഡായിട്ട് തന്നെ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. എക്സ്ട്രാ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം.
സൈഡ് പോർഷനിൽ ഈ ഒരു ടയർ സൈസ് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. അതേപോലെ 12 ഇഞ്ചുമാണ് ഇതിൻ്റെ ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. 145R12 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പറയാൻ. ആ ഒരു ഡോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ വാഹനമായിട്ട് ഒരു ഡിസൈനിൽ ഒരു സാമ്യതയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ കാണാം. ചെറിയൊരു ടെയിൽ ഇൻഡിക്കേറ്റർ കൂടി ആ ഒരു പോർഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം റിയർ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ക്വാർട്ടർ ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഒന്നുമല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഫിക്സറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടുന്ന് തന്നെ ഈ ഒരു ലോഡ് ബോഡിയിലേക്ക് വരാം. ഈ ലോഡ് ബോഡിയിലേക്ക് വരുന്ന സമയത്ത് 6.5 അടിയാണ് ഈ ഒരു ലോഡ് ബോഡിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. 6.5 അടി നീളം വരുന്നുണ്ട്. എയ്സ് ആണെങ്കിൽ 7.2 അടിയാണ് നീളം വരുന്നത്. ഇതിന് 6.5 അടി. അപ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. ഒരു 0.7 ആ ഒരു റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ 4.7 അടി വീതിയും വരുന്നുണ്ട്. അപ്പം വീതിയുടെ കാര്യത്തിൽ സെയിം തന്നെയാണ്. എയ്സോടെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ് ആ ഒരു എയ്സിന് നമുക്ക് വരുന്നത്. അപ്പോൾ ജസ്റ്റ് താക്കോലൊന്ന് എടുത്തോട്ടെ, ഞാൻ ആ ചാർജിങ് പോർട്ട് തുറന്ന് കാണിക്കാം. ഓക്കെ, ഉണ്ടേ ഇവിടെ ആയിട്ടാണ് ആ ഒരു ചാർജിങ് പോർട്ട് കമ്പനി നൽകിയേക്കുന്നത്. കേട്ടോ, ഈ രീതിയിലാണ് ചാർജിങ് പോർട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്തേക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ഞാൻ പറഞ്ഞില്ല 14.4 ആ റേഞ്ചിൽ കിലോ വാട്ട് വരുന്ന ഒരു ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തത്. അതാണ് ആ ഒരു പോർഷനിലായിട്ട് കമ്പനി വളരെ നീറ്റായിട്ടും വളരെ ഒതുക്കിയും ചെയ്തിട്ടുണ്ട്. IP67 റേറ്റഡ് തന്നെയാണ്, അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ തന്നെയാണ് വരാറുള്ളത്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പറയാനുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പറയാനായിട്ട്. 12 ഇഞ്ച് ടയർ സൈസ് എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയ്സ് പ്രോ എന്നൊരു ബ്രാൻഡിങ് നാണ്ടി ലെറ്ററിങ് നാണ്ടി അവിടെ പ്ലേസ് ചെയ്തു. ജസ്റ്റ് റിയർ പോർഷനിലേക്ക് വരാം. ആ ഒരു പോർഷനിലായിട്ട് അതിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ റേഡിയേറ്റർ കാണുന്നതായിട്ട് നിങ്ങൾ കാണും. അപ്പോൾ അത് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബാറ്ററി കൂൾ ചെയ്യാനും അതിൻ്റെ മോട്ടോർ പാക്കൊക്കെ കൂൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. അപ്പോൾ ലീഫും ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്കതിനകത്ത്. പാർക്കിംഗ് സെൻസറൊക്കെ പുറകിലായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ലിഥിയം ബാറ്ററിയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ 12 വാട്ട്സിൻ്റെ ഒരു ബാറ്ററി പാക്ക് ആണ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പർ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് തുടങ്ങിയതൊക്കെ നമുക്ക് ആ ഒരു 12 വാട്ട്സിൻ്റെ ബാറ്ററി പാക്ക് വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സ്പെയർ ടയർ ഈ ഒരു പോർഷനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇളക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അകത്തേക്ക് ഇരിക്കാം നമുക്ക്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും ആ ഒരു ഡോർ പാഡിൽ കമ്പനി നൽകിയിട്ടില്ല. പവറിൻ്റെ ഒന്നുമില്ല. മാനുവലി വേണം നമ്മൾ ഗ്ലാസ് ഒക്കെ താക്കുന്നതിനും ഉയർത്തുന്നതിനും. താഴേക്ക് നോക്കുന്ന സമയത്ത് ക്ലച്ച് വരില്ല. കാര്യം ഇതിൽ ഇലക്ട്രിക് വാഹനവും ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് ബ്രേക്കും ആക്സിലേറ്ററും നൽകിയിട്ടുള്ളതായിട്ട് കാണാം. കീ ഒക്കെ ഒന്നും പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇൻട്രയിലും എല്ലാം കണ്ടുവരുന്ന ആ ഒരു കീ തന്നെയാണ് ഇതിൽ വരുന്നത്. പവർ സ്റ്റിയറിംഗ് ഒന്നും വരില്ല. നോർമലി വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി അകത്തേക്ക് കയറാം. ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഡാഷ്ബോർഡിൽ പറയാനായിട്ട് നമുക്ക് വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. സ്റ്റിയറിംഗ് കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തിൽ ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. നോർമലി നമ്മൾ ടാറ്റയുടെ വാഹനം കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പുതുതായിട്ട് എന്താണ് വരുന്നത്, ഒരു EVയുടെ ഒരു ബ്രാൻഡിങ് കൂടി അതിനുള്ളിൽ അവർ പ്ലേസ് ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആ ഒരു പോർഷനായിട്ട് അവർ പ്ലേസ് ചെയ്തു. വേറെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. ഡ്രൈവ് മോഡ് ഇത് ഗിയറിൻ്റെ കൺട്രോൾ യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കാണ് നമുക്ക് വരുന്നത്. ന്യൂട്രൽ, ഡ്രൈവ്, സ്പോർട്ട്, റിവേഴ്സ് എന്നിങ്ങനെയാണ് ഡ്രൈവ് മോഡ്സുകൾ അതിനുള്ളിൽ നൽകിയിട്ടുള്ളത്. റീജനറേഷനൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ ഈ ഒരു 2 കൺട്രോളാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് L0, L1, L2 എന്നീ 3 രീതിയിൽ നമുക്ക് റീജനറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം L0 എന്താണ് എന്ന് ചോദിച്ചാൽ നോർമലി നമ്മളിപ്പോൾ L0ലേക്ക് വരുന്ന സമയത്ത് നോർമലി നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് റീജനറേഷൻ നടക്കുന്നത്. അവിടെ L0 ആണ് L0യെ കുറിച്ചാണ് പറയുന്നത്. ഇനി L1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ L1ലേക്ക് ആക്കി കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നു ആ സമയത്തെല്ലാം നമുക്ക് റീജനറേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം അവിടെ L2 ആയത് കാണാം. L2 ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നതോടൊപ്പം തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു റീജനറേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ റേഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നിലവിൽ താണ്ടി ഇപ്പോൾ 62% ചാർജാണുള്ളത്. ആ സമയത്ത് 113 കിലോമീറ്റർ ഇനി ഓടും എന്ന രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആ ഒരു L1, L2 ഒക്കെ മാറ്റുന്നതിനനുസരിച്ച് ആ ഒരു റേഞ്ചിനകത്ത് വ്യത്യാസമുണ്ട്. L0 ആയപ്പോഴത്തേക്ക് 95 കിലോമീറ്റർ ആയി. അതേപോലെ L1ലേക്ക് വന്ന സമയത്ത് 103 ആ റേഞ്ച് കാണിക്കുന്നു. L2 ആയ സമയത്ത് 112, 13 ആ ഒരു റേഞ്ചിലും ഇതിനകത്ത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീജനറേഷൻ്റെ സംഭവമാണ് ആ കൊടുത്തേക്കുന്നത്. കുറച്ച് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. കണ്ടോ,
ചാർജർ ഈ ഒരു രീതിയിൽ നൽകിയിട്ടുണ്ട്. ശകലം സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല, പറയാം ടോപ്പിലായിട്ടൊരു മിററും ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്, സൺബ്ലൈൻഡും ഒക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിത് വണ്ടി ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടത്, ഞാൻ പല പിക്കപ്പുകളിൽ കയറുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇടുന്ന ഈ ഒരു സാധനം കണ്ടു, ഇത് വളരെ എന്താ പറയുക ഒരു നീറ്റ് അല്ലാത്ത രീതിയിൽ ഒരുമാതിരി തുണിക്കകത്ത് നമ്മളിത് കിടന്ന് തപ്പാണ് ഇവിടെ കിടന്നത്, ഇത് എവിടെ ഇടുന്നതെന്ന് നോക്കിക്കൊണ്ട് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരിത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ. അപ്പോൾ സീറ്റ് ബെൽറ്റ് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നുണ്ട്. പല പിക്കപ്പുകളിലും സീറ്റ് ബെൽറ്റ് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. താക്കോൽ ഓണാക്കുക, ഡ്രൈവ് ഇടുക, പൊയ്ക്കൊണ്ടേയിരിക്കുക, വേറെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഞാൻ ആ L0 L1 എന്നുള്ള റീജനറേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് L0 ആണ് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയത്. കാര്യം എനിക്കിപ്പോൾ ഇവിടെ റീജനറേഷൻ്റെ ആവശ്യം വരുന്ന കാര്യം, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ആണ് ഹെഡ്ലാമ്പിൻ്റെ കൺട്രോളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ ഡമ്മി കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും വണ്ടിയിലേക്ക് വരാം. ഇതിൻ്റെ ഒരു ബാറ്ററി പാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 14.4 kW ഇതിൻ്റെ ഒരു ബാറ്ററി പാക്ക്. നമുക്ക് ഏതൊരു BHP-ലേക്ക് വരുന്ന സമയത്ത് BHP അല്ല, അതിൻ്റെ ഒരു കരുത്തിലേക്ക് വരുന്ന സമയത്ത് 29 kW ഏകദേശം ഒരു 104 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. മോശമല്ലാത്തൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. അത്യാവശ്യം ലോഡോട് കൂടി, ഒരു ടണ്ണോട് കൂടി വളരെ കംഫർട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഇപ്പോൾ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ എന്താ പറയുക വലിയ കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു കൊല്ലത്ത് അവൈലബിൾ അല്ല. അപ്പോൾ മറ്റുള്ളിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാലും അപ്പോൾ നിങ്ങളുടെ ഒരു ടെറൈനൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങളൊരു വാഹനം ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ 100 km ഓടുന്നുള്ളൂ എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം എന്താണ്, വെറുതെ ഡീസൽ അടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. കാരണം ചിലർക്ക് ലോഡ് വളരെ കുറവായിരിക്കും, കിലോമീറ്റർ കുറവായിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്ന വണ്ടി വളരെ വലുതായിരിക്കും. അപ്പം മെയിൻ്റനൻസ് കൂടും, എക്സ്പെൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നല്ലൊരു മോഡൽ തന്നെയാണിത്. അപ്പം ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഡ്രൈവിങ്ങിനും അത്യാവശ്യം ഓക്കെ തന്നെയാണ്, അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. അത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.